ിലൂടെ ജീവിക്കുന്നവരായി നമ്മൾ മാറിയത് കൊണ്ടാണ് മരണം എന്ന് പറയുന്നത്. മരണം വളരെ സ്വാഭാവികമായ പിൻവാങ്ങൽ മാത്രമാണ്. നമ്മൾ ഇന്ന് തിന്നതെല്ലാം, ആ തിന്നവരെല്ലാം ഇതുപോലുള്ള ജീവികളാണ്. ആ തിന്നവർ നമ്മളായി മാറുന്നത് പോലെ നമ്മൾ മറ്റുള്ളവരെ ആഹരിക്കും എന്നുള്ളതല്ലാതെ വേറൊരു തുടർച്ചയും ആവശ്യമില്ല. ജീവനാണ് ഇവിടെ തുടരുന്നത്, നമ്മളല്ല. നല്ലൊരു കവിത കേട്ടു ഞാൻ. പിന്നെ എനിക്കതിനോട് കൂടി ആശയം കൂടിച്ചേരുമ്പോൾ വലിയൊരു ആശയം വരട്ടെ എന്നുള്ള നിലക്കാണ്. ഒന്ന്, നമ്മളെന്തിന് മരിക്കാതിരിക്കണം, ജീവിച്ചിരിക്കുക എന്നുള്ളത് മാത്രമാണ് പർപ്പസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയൊരാശയമാണ്. അതൊരു ജയിച്ച വ്യക്തിയുടെ ഒരു പേഴ്സ്പെക്ഷനാണത്. ജീവിതം വളരെ പ്രീഷ്യസ് ആണ്, യാതൊരു സംശയമില്ല. അതേസമയം ഒരു തോറ്റ വ്യക്തി ഞാനെന്തിനും മരിക്കാതിരിക്കണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ അതിനൊരു ഉത്തരം വേണം. രണ്ടാമത്തേത്, ഞാനെന്തിന് മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം, വാട്ട് ഈസ് മൈ ബെനിഫിറ്റ്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം സർവൈവൽ ആൻഡ് പ്രൊക്രിയേഷൻ. ഈ സർവൈവലിനെതിരാണ് ചിലപ്പോഴൊക്കെ സാക്രിഫൈസ് വരിക. എനിക്ക് തിന്നാനുള്ള ഫുഡ് ഞാൻ മാറ്റി വെച്ചിട്ട് പട്ടിണി കിടന്നിട്ടാണ് അവരിന് കൊടുക്കുന്നത്. അപ്പം അതും പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട്. ഞാനെന്തിനെ ത്യാഗം ചെയ്യണം, ഞാനെന്തിനെ ആത്മഹത്യ ചെയ്യാതിരിക്കണം. പിന്നെ വളരെ നല്ലൊരു കൺസെപ്റ്റ് തന്നെയാണ് പിൻവാങ്ങലാണ് മരണം എന്നുള്ള കൺസെപ്റ്റ്. ആ വാക്കിനോടും പ്രയോഗത്തോടും വളരെ അതിന് ഞാൻ തഗ് പൂവ് എന്നൊക്കെ പറയാമല്ലോ, ഒരു പൂവും കൈ വിട്ട്. അതേസമയം അവിടെയുള്ളൊരു ഫിലോസഫിക്കൽ ഡിലമ്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് മക്കളിലൂടെ ഈ വ്യക്തി രണ്ടാമത് ജനിക്കുകയാണ് എന്നുള്ള പുനരുജ്ജീവനത്തിൻ്റെ ഏറ്റവും കലാത്മകമായ വ്യാഖ്യാനമാണ് ഭൗതികവാദിയായിട്ടുള്ള മൈത്രേയൻ സാർ നടത്തിയിട്ടുള്ളത്. പക്ഷെ അവിടെ ഒരു വലിയൊരു പ്രശ്നം, ഇനി സന്താനമില്ലാത്ത ഒരാൾ മരിച്ചാലോ, അയാളുടെ മക്കളിലൂടെ ഇയാൾക്ക് പുനർജനിക്കണ്ടേ? അപ്പോൾ ചിലർ പുനർജനിക്കുന്നു, ചിലർ പുനർജനിക്കുന്നില്ല, അങ്ങനെയൊക്കെ വരും. പക്ഷെ അതൊന്നും ഒരു അസ്തിത്വ പ്രശ്നങ്ങളൊന്നുമല്ല. അതേസമയം ജനിച്ച എല്ലാവരും മരിക്കും എന്നൊക്കെയുള്ളതൊരു പ്രയോഗമാണ്. ഇസ്ലാമിൽ ഒരു സ്വതന്ത്ര ശരീരം മരിക്കും എന്നുള്ള നിലക്കാണ് പറയുന്നത്, മറ്റെനിക്കറിയില്ല. പിന്നെ ഓരോന്നിൻ്റെയും മരണം എന്ന് പറയുന്നതിന് ഓരോരോ അർത്ഥമായിരിക്കും. ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന ഒരു പദമാണ്. അതിനെ വിശദീകരിക്കാൻ ഒരു ഭാഷയിലൊരു വാക്ക് വേണമല്ലോ, ആ വാക്കാണ് മരണം എന്നുള്ളത്. ഞാനതിന് അനുബന്ധം ചേർത്തത് മാത്രമാണ്. പിന്നെ അവിടെ ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, വാസ്തവത്തിൽ എല്ലാ കാലത്തുമുള്ള മനുഷ്യരെ, ചില മനുഷ്യരെ മോശം മനുഷ്യരും അധമ മനുഷ്യരും ചിലരെ സ്പെഷ്യലും ആക്കുന്നത് മതമാണെന്നുള്ളൊരു പരാമർശം കേട്ടപ്പോൾ തോന്നിയതാണ്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുക എന്നുള്ളത് ശരിക്ക് ഇസ്ലാമിൻ്റെ സ്വഭാവമാണ്. ഞങ്ങൾ പറയുന്ന ഒരു കാഴ്ചപ്പാട് തന്നെ, ഞങ്ങൾ എന്നുള്ള വാക്ക് ആ ഒരു സെൻസിൽ മാത്രം ഉപയോഗിച്ചതാണ്. ഗോത്രകാല മനുഷ്യൻ, മധ്യകാല മനുഷ്യൻ, പൂർവാധുനിക മനുഷ്യൻ, ആധുനിക മനുഷ്യൻ, ഉത്തരാധുനിക മനുഷ്യൻ, ഇങ്ങനെയൊന്നുമില്ല. മനുഷ്യനേ ഉള്ളൂ. പഴയകാല മനുഷ്യരുടെ സ്വഭാവം മാറി മാറി നമ്മളിപ്പോൾ പരിഷ്കൃത മനുഷ്യരായി എന്നൊക്കെ ഉള്ളത് ഉപായവും ഉപകരണവും മാറുന്നുണ്ടാവാം. ബേസിക്കലി മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ നീഡ്സ് ഒന്നും മാറുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ ഇൻ്റർവ്യൂവിൽ ഞാനിത് പറഞ്ഞു തോന്നും അല്ലേ, ഈ പിന്നെ ഉറങ്ങുക, മൂത്രമൊഴിക്കുക, വെള്ളം കുടിക്കുക, കാഷ്ടിക്കുക, ഭക്ഷണം കഴിക്കുക, ലൈംഗികത ഏർപ്പെടുക, വസ്ത്രം ധരിക്കുക, പാർപ്പിടം കെട്ടുക, പിന്നെ വിനോദങ്ങൾ ഏർപ്പെടുക, കലാകായികം, സംഗീതം, ലഹരി, ഇതൊക്കെയാണ് ഫ്രം ദ ഫസ്റ്റ് ഹോമോസാപ്പിയൻ ടു ദി ലാസ്റ്റ് ഹോമോസാപ്പിയൻ ആവശ്യങ്ങൾ. അധികാര ലഹരി, പണലഹരി ഒക്കെ വരും. അപ്പോൾ എല്ലാ മനുഷ്യരും ഒന്നാണെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്ലാമിൽ സെമിറ്റിക് മതങ്ങൾ, ഇസ്ലാം മാത്രമല്ല, ഒന്നാമത്തെ മനുഷ്യൻ ആദം എന്ന് പറയും. ആദം എന്നുള്ള അറബ് വാക്കിൻ്റെ അർത്ഥം ഭൂമിക്ക് വെളിയിലുള്ള പൊടിമണ്ണ് എന്നാണ്. അപ്പോൾ മതത്തിൻ്റെ ഉള്ളിലുള്ളൊരു ഫിലോസഫിക്കൽ ചർച്ചയുണ്ട്. ഇത്രയും വലിയൊരു സ്പെഷ്യൽ സൃഷ്ടിയെ ദൈവം സൃഷ്ടിക്കുകയാണെങ്കിൽ വല്ല പൊന്നുകൊണ്ടോ മരതകം കൊണ്ടോ മാണിക്യം കൊണ്ടോ ഒക്കെ സൃഷ്ടിക്കണ്ടേ? എന്തിനാണ് ഈ കളിമണ്ണിൽ നിന്ന് എന്തിനാണ് സൃഷ്ടിച്ചത്? അപ്പോൾ അതിൻ്റെ ന്യായം പറഞ്ഞത്, ലോജിക്ക് പറഞ്ഞത്, ഒരു ലോഹത്തെ മറ്റൊരു ലോഹത്തിൻ്റെ ഒപ്പം കൂട്ടിമുട്ടിക്കാൻ, ഇപ്പോൾ ഒരു കല്ലിനെ വേറൊരു കല്ലിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവിട്ടാൽ ഏതാണ് ആദ്യമുള്ള കല്ല്, ഏതാണ് രണ്ടാമത്തെ കല്ല് എന്നുള്ളത് മനസ്സിലാവും. ഒരു സ്വർണ്ണത്തെ വേറൊരു സ്വർണ്ണമാക്കണമെങ്കിൽ തീയിൽ ഉരുക്കേണ്ടി വരും. അതേസമയം ഒരു കുട്ട മണ്ണ് വേറൊരു കുട്ട മണ്ണ് കൊണ്ടിട്ടാൽ
പിറ്റേന്ന് നോക്കിയാൽ ഏതാണ് ഇട്ട മണ്ണ്, ഏതാണ് ആദ്യമുള്ള അടിസ്ഥാന മണ്ണെന്ന് മനസ്സിലാവില്ല, ഒക്കെ കൂടിക്കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വളരെ പെട്ടെന്ന് മിങ്കിളാവാനും വളരെ പെട്ടെന്ന് ഒന്നായി മാറാനും ഒരുമയുടെ ഒരു കുന്നായി മാറാനും പാകതയുള്ള പൊട്ടൻഷ്യാലിറ്റിയുള്ള സാധനമാണ് മണ്ണ്. അതുകൊണ്ടാണ് മണ്ണ് കൊണ്ട് ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കിയത്. അറബിയിൽ ആദം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പൊടിമണ്ണ് എന്നാണ്. അദീം എന്ന് പറഞ്ഞാൽ സർഫേസ്, ആദം പൊടിമണ്ണ്. അപ്പോൾ ഒന്നാമത്തെ മനുഷ്യനെ മണ്ണിൽ നിന്നുണ്ടാക്കി. മണ്ണ് എന്ന അർത്ഥം വരുന്ന പേര് തന്നെ കൊടുത്തത് മനുഷ്യർ ദൂരങ്ങളെ, കാലങ്ങളെ, ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ക്രൈറ്റീരിയാസ്, ഓൾ ഹ്യൂമൻ ബീയിങ് ആർ എലൈക്ക് ആൻഡ് സെയിം എന്ന ഈ ഒരു തത്വം മുന്നോട്ട് വെക്കാനാണ് വാസ്തവത്തിൽ മണ്ണിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കിയത്. അപ്പോൾ ആ കൺസെപ്റ്റിൻ്റെ ഒരു ബേസിനെ ചോദ്യം ചെയ്യലാണ് ചില മനുഷ്യരെ ഉത്തമരും ചില മനുഷ്യരെ അധമരുമാക്കുക എന്നുള്ളത്. ഞാൻ സമയം കവരുന്നില്ല, നടക്കട്ടെ. ആരും കാണുന്നില്ലെങ്കിൽ പോലും മനുഷ്യൻ നല്ലവനായിരിക്കേണ്ടത് എന്തുകൊണ്ട്? ഇവിടെയൊക്കെ നിൽക്കട്ടെ. മരണത്തിനെ പറ്റി പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഒരു ജീവനാണ് ലോകത്തുള്ളത്, പല ജീവനില്ല. ഒരു ജീവൻ ജീവിക്കാൻ ശ്രമിച്ചപ്പോൾ പലതായതാണ്. ആ അറിവില്ലാതിരുന്ന കാലത്തുണ്ടായതാണ് ഈ പല ജീവൻ. ആ ജീവനെ പറ്റിയാണ് സംസാരിച്ചത്. നിങ്ങൾ ഒരു കുട്ടിയെ ഉണ്ടാക്കാത്തവർ മരിച്ചു പോകുമെന്ന് പറയുന്ന അങ്ങനെ ഒരു ജീവൻ, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. സംഘജീവികളായിട്ട് ജീവിക്കുന്നവരിൽ ആരുണ്ടായാലും മതി. മരണം സംഘത്തിൻ്റെ അകത്ത് ഒരു പ്രാധാന്യവും ഇല്ലാത്തതാണ്. ഒരു കൂട്ട ഉറുമ്പുകൾ ഒരു നദി കടക്കുന്നത്, ആദ്യം വരുന്ന ഉറുമ്പ് അവിടോട്ട് നിൽക്കും, അതിൻ്റെ മുകളിൽ മറ്റേ ഉറുമ്പ് കയറി നിൽക്കും, അതിൻ്റെ മുകളിൽ വേറൊരു ഉറുമ്പ് കയറി നിന്ന് അവസാനത്തെ ഉറുമ്പ് അക്കരെ കടക്കും. അങ്ങനെ കടക്കുന്ന പാലം ഉണ്ടാക്കുന്നത് ഈ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുമെന്നുള്ള അറിവില്ലാത്തവരവർ. ഇതൊക്കെ മനുഷ്യരെ സങ്കല്പിച്ചുണ്ടാക്കിയതാണ് ഈ അവനവൻ്റെ ജീവിതവും ആത്മാവും. അതുകൊണ്ടാണ് ഈ ജീവനെ മനസ്സിലാക്കാത്തത്. അതുകൊണ്ടാണ് ആ ഉറുമ്പുകൾക്ക് ആർക്കെങ്കിലും അവർ മരിച്ചു പോകുമെന്നോ, അല്ലെങ്കിൽ തേനീച്ചക്കൂട്ടിലുള്ള ഒരു തേനീച്ച ശത്രുവിനെ കാണുമ്പോൾ കുത്തി അത് ചത്തുപോകുമെന്ന് വിചാരിച്ചിട്ട് കുത്താതിരിക്കത്തേയില്ല. കാരണം അതിൻ്റെ ആ കൂട് സംരക്ഷിക്കുന്നതാണ്, അതിൻ്റെ ജനിതകം തന്നെയാണ് അവിടെ ഇരിക്കുന്ന നമ്മൾ ക്യൂനെന്ന് വിളിക്കുന്ന മുട്ടയിടുന്ന ജീവി. ക്യൂനില്ല, മനുഷ്യർ കണ്ടുപിടിക്കുന്നതാണ്. രാജാവുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ക്യൂനുണ്ടായെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയല്ല. ജീവനെപ്പറ്റിയുള്ള അറിവില്ലായ്മയാണ് ആ നിലവാരത്തിൽ ഉണ്ടായത്. ഒറ്റ ജീവനേ ഉള്ളൂ ഇവിടെ. ആ ജീവനാണ് ഈ കാണുന്ന ഓരോന്നായിട്ട് ഓരോ സാഹചര്യത്തിൽ രൂപപ്പെട്ടത്. അതിനകത്തെ നിലനിൽപ്പിനകത്തെ കാര്യങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുട്ടിയെ ഉണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ള ചോദ്യം പോലും അതിനകത്തില്ല. ഒരു വർഗത്തിൻ്റെ നിലനിൽപ്പ് എന്നുള്ള നിലക്ക് നമ്മൾ മരണത്തെ ഒരു വംശനാശം എന്നുള്ള സെൻസിലല്ല ചർച്ച ചെയ്യുന്നത്. മനുഷ്യൻ എന്നുള്ള വംശം ബാക്കിയാവാൻ വംശനാശം പോലും ജീവന് പ്രാധാന്യം. ഞാൻ പറയുന്നതല്ല, ഓരോ പ്രപഞ്ചത്തിലുള്ള ജീവകണങ്ങൾക്കും അതിൻ്റെതായ അസ്തിത്വം പരികൽപ്പിക്കുന്ന അർത്ഥത്തിലാണ് നമ്മൾ സംസാരിച്ചത്. ഉറുമ്പിൻ്റെ അസ്തിത്വമുണ്ട്, പച്ചിലകൾക്കും ചെടികൾക്കും അതിൻ്റെ അസ്തിത്വമുണ്ട്. അപ്പോൾ ഒരു വംശത്തിൻ്റെ നിലനിൽപ്പ് ബാക്കിയാവാൻ ആ വംശത്തിലെ ഒരു മെമ്പർ മതി, അതൊരു സംശയമില്ല. അതൊന്നുമല്ല. അതേസമയം ഇതിൽപ്പെട്ട ഓരോ അംഗവും അവസാനിക്കുക, ആ അംഗത്തിന്റെ വാലിഡിറ്റി തീരുക എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഒരു ലിറ്ററൽ ടേം മാത്രമാണ് മരണം എന്നുള്ളത്. അത് അങ്ങനെ അല്ല, അത് മനസ്സിലാക്കേണ്ടെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അതൊക്കെ കവിത എഴുതിയവരും മതം ഉണ്ടാക്കിയവരും ലോകത്തിനെ പറ്റി അറിവില്ലാത്ത കാലത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അതൊന്നുമല്ല നമ്മൾ പറയുന്നത്. അതെ, ജീവന്റെ തുടർച്ച ആണ് ഉറപ്പാക്കുന്നത്. ഈ ജീവൻ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ ജീവനായി മാറി നിലനിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾക്ക് മനുഷ്യനൊക്കെ വളരെ പ്രധാനപ്പെട്ടവരാ. എവല്യൂഷനകത്ത് അങ്ങനെ ഒരു സംഭവമില്ല. ഇല്ല. അവിടെ രണ്ട് വാക്ക് എനിക്ക് പറയണം അവിടെ. അതായത് ഒന്ന്, പിന്നെ ജീവിതം അല്ലെങ്കിൽ ജീവൻ എന്നുള്ളത് അമൂർത്തമായ ഒരു സാധനമാണ്, ഒരു കൺസെപ്റ്റാണ്. ജീവൻ എന്ന് പറയുന്ന ഒരു എന്നോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, ജീവൻ എന്ന് പറയുന്നത് ഒരു സങ്കല്പം. ജീവി ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ജീവി ഓക്കെ, ജീവൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് കാര്യകാരണങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഫലനമാണ് ജീവൻ. അതായത് ജീവൻ എന്ന് പറഞ്ഞൊരു സാധനമൊന്നുമില്ല. ഓരോന്നിനും അതിൻ്റെതായ കാര്യകാരണങ്ങൾ ഒത്തുവരുമ്പോൾ അതിന് ജീവൻ ഉണ്ടാകുന്നു. ഇപ്പോൾ നോക്ക്, ഇപ്പോൾ ഒരു ക്ലോക്ക് അല്ലെങ്കിൽ ഒരു വെപ്പൺ, ഒരു ഇലക്ട്രിക് സാധനം,
അതിൻ്റെ ചാർജ് വരുമ്പോൾ, ബാറ്ററി വരുമ്പോൾ, കറണ്ട് വരുമ്പോൾ അതിന് ജീവൻ ഉണ്ടാവുകയാണ്. പക്ഷെ അവിടെ നമ്മൾ ലിറ്ററലി ജീവൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കൂല, അത് ആക്റ്റീവ് ആവുക എന്ന് പറയും. ഇതേപോലെയുള്ള ഇപ്പോൾ BP നോർമലാണ്, ശ്വാസോച്ഛ്വാസം നോർമലാണ്, ഓക്സിജൻ നോർമലാണ്, ഇത്തരം മെറ്റബോളിക് ഫീച്ചേഴ്സ് മുഴുവനും നോർമലാകുമ്പോൾ അത് മനുഷ്യൻ ആക്റ്റീവ് ആവുക എന്ന് പറയൂല, മനുഷ്യൻ ജീവൻ ഉണ്ടായവനായി അല്ല ജീവിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ ഈ പറയുന്നത് പോലെ ഒറ്റ ജീവൻ കൺസെപ്റ്റ് അതൊരു വേദാന്ത ഭാഷ എന്നൊക്കെ പറയുക ഇത് എന്നല്ലാതെ രണ്ടും ജീവൻ എന്ന് പറഞ്ഞ വാക്കിനെ നിങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ നമുക്കൊരു ഒരുമിക്കൽ ഇത് സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മൈത്രേയൻ പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു ബയോളജിക്കൽ ലൈഫിനെ പറ്റി മാത്രമാണ് അല്ലാത്തൊരു ജീവിതം ഇല്ലടൂ. അതാണ് മൈത്രേയൻ പറയുന്നത്. താങ്കൾ പറയുന്നത് വേറെന്തോ ആണ് അല്ലേ? ശരിയല്ലേ? ഫിസിക്സും മെറ്റാഫിസിക്സും ഉണ്ടെന്ന് പണ്ടുള്ളവർ പറയും. ഭൗതികവും അഭൗതികവും ആത്മീയവും എന്ന് പറയുന്ന ഡിവിഷനൊക്കെ വെച്ച് ലോകത്തിനെ മനസ്സിലാക്കിയവരുടെ പാർട്ടിയാണ്. ക്ലോക്കിനെ പോലും പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് അതല്ല, ജീവിതം അല്ലെ ജീവൻ എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടല്ലോ, അത് അമൂർത്തമായ ഒരു ആശയമാണ്. ഓരോന്നിനും അതിൻ്റെതായ ജീവിതമാണുള്ളത്. അപ്പോൾ ചിലയിടത്ത് നമ്മൾ ജീവിതം എന്നുള്ള വാക്ക് ഉപയോഗിക്കും, ജീവൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കും, ആക്റ്റീവ്നെസ് ഉപയോഗിക്കും, പല വേർഡുകളിലാണ് വരുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും ആ പറയുന്ന സജീവത നിലക്കുന്നതിനെ കുറിക്കുന്ന ഒരു ഭാഷാപരമായ പ്രയോഗമാണ് മരണം. അല്ലാതെ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ കാണുമ്പോൾ ഓരോ മെമ്പർക്കും, പ്രപഞ്ചത്തിലുള്ള ഓരോ അംഗത്തിനും അതിൻ്റെതായ ഒരു വിലാസം കൊടുക്കാൻ പറ്റും. അതേസമയം ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ ഒറ്റ ജീവനേ ഉള്ളൂ. ആ ഒറ്റ ജീവൻ ജീവിക്കാൻ ശ്രമിച്ചപ്പോഴുണ്ടായ പ്രതിഫലനങ്ങളാണ് എല്ലാ ജീവനുകളും എന്ന് പറയുന്നതിനെക്കുറിച്ച് അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റുന്ന ഏക സ്റ്റേറ്റ്മെൻറ്റ് ഒരു കവിത എന്നാണ്. അല്ല, അത് നിങ്ങൾ ഒബ്ജക്റ്റീവാണ്. കഥയാ